ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ശനിയാഴ്ച ആയിരുന്നു അല്ലേ? എന്താ ചെയ്ത് ഇന്നെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് കൊറേ വഴക്കുണ്ടാക്കി അല്ലേ? വീണു, വഴക്കുണ്ടാക്കി അല്ലേ? ആരുടെ കൂടെ വഴക്കുണ്ടാക്കിയ? ചേട്ടന്റെ കൂടെയാ? എന്തിനാ വഴക്കുണ്ടാക്കിയേ? ഓടി ചുമ്മാ കൊഞ്ചാതെ കാര്യം പറഞ്ഞ എന്താന്ന്? എന്തിനാ വഴക്കുണ്ടാക്കിയെന്ന് പറ. നമുക്ക് ഫൈറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫൈറ്റ് ചെയ്തു. അപ്പോഴോ തന്നെ തലകത്ത് പൊക്കിയെടുത്തു. അതെനിക്ക് ഇഷ്ടായി. എന്നിട്ട് കൂട്ടുകൂടിയോ? സൈക്കിളിൽ നിന്ന് താഴെ വീണില്ലേ ഇന്ന്? അതെങ്ങനെയാ വീണേ? അല്ല, അപ്പയുടെ സൈക്കിളിനെതിരെ കയറി. പിന്നെ സൈക്കിളിൽ ഞാനും കൂടെ അപ്പയുടെ സൈക്കിളിന്റെ ഇടയ്ക്ക് കയറിയതാ. എന്നിട്ട് അവസാനം സൈക്കിള് മറിച്ചോണ്ട് അങ്കി താഴെ വീണു അല്ലേ? കൂടെ അപ്പുക്കുട്ടനും വീണു. എല്ലാവർക്കും പരിക്കായിരുന്നു ഇന്ന് ഭയങ്കര പരിക്കിന്റെ ദിവസമായിരുന്നു ഞങ്ങൾക്ക് അല്ലേ? എന്ത് മാമൊക്കെ ഉണ്ടാ? ഉറങ്ങാറായോ? എല്ലാവർക്കും സുഖാണോന്നൊക്കെ ചോദിച്ചേ. ഞാൻ എല്ലാവർക്കും സുഖാണോന്ന് ചോദിച്ചേ. എല്ലാവർക്കും സുഖാണോ? അതെ. ഇങ്ങനെയാണോ എനിക്ക് പറയുന്നത്? എല്ലാവർക്കും സുഖാണോ? ഉറക്കം വന്നോ? ഉറക്കം വന്നോ? ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുവോ? എങ്ങനെ പ്രാർത്ഥിക്കുന്ന? പിതാവിന്റെ മുത്തന്റെ പരിശുദ്ധമാവിന്റെ നാമത്തിൽ ആമേൻ. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ എല്ലാവർക്കും? ഞങ്ങള് ഇങ്ങനെ ഇന്ന് വീഡിയോ ഒക്കെ പിടിക്കണമെന്ന് വിചാരിച്ചാ. അപ്പൊ രാവിലെ തൊട്ട് പിള്ളേരെല്ലാം വഴക്കും ബഹളമായിട്ട് നടക്കുക. പിന്നെ ഫോൺ എടുത്തോണ്ട് അവരുടെ പുറകെ പോയി വീഡിയോ പിടിക്കാനുള്ള ഒരു മൂഡില്ലായിരുന്നു. അത് കാരണം ഞങ്ങള് വീഡിയോ ഒന്നും പിടിച്ചില്ല അല്ലേ? അപ്പൊ ഇന്ന് അടുത്ത ശനി ഞായറും ഒക്കെ പള്ളിപ്പെരുന്നാളാണ്. അങ്കിയുടെ ആനിവേഴ്സറി ഉണ്ട്. ആനിവേഴ്സറിയിൽ ഡാൻസ് ഉണ്ട് അങ്കിക്ക് അല്ലേ? അപ്പൊ ആകെ കൺഫ്യൂഷനിലല്ലേ നമ്മള്? അപ്പുക്കുട്ടൻ ചുമക്കുന്നുണ്ട്. ചുമയുണ്ട്, എല്ലാവർക്കും ചുമയുണ്ട്. മണ്ണിനകത്ത് ഇറങ്ങി കളിയും ബഹളവും ഒക്കെ. ഇന്ന് പാട്ട് പാടി കേൾപ്പിക്കും. അങ്കിയുടെ പാട്ട് പാട്ട് ഓർക്കുവാണോ? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്ന അപ്പൂസ് കിടന്ന് ചുമക്കുന്നുണ്ട്. അവൻ എണീറ്റാൽ ഓടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നതാണ്. പിന്നെന്താ, ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് ചോദിച്ചു. ഇവളാണിപ്പം മെയിൻ വീഡിയോ പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ നിർബന്ധിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പറയാന്ന് അല്ലേ? എന്നിട്ട് എന്തൊന്നും മിണ്ടായിരിക്കുന്നേ? ഇങ്ങനെ ഞെക്കി പീച്ച് വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഫോണെ പോയി ഇപ്പൊ പിടിക്കും. അപ്പൊ പിന്നെ വീഡിയോ എല്ലാം ഓഫായി പോവില്ലേ? ഇന്ന് സാറാമോൾ ഒരു കുരുത്തക്കേട് കാണിച്ചു അല്ലേ അങ്കി? സാറാമോളല്ല, ശരിക്കും സാറാമോൾ ഇന്ന് ബാത്റൂമിൽ കയറിയതാ. ബാത്റൂമിൽ കയറിയിട്ട് സാധാരണ അവള് ബാത്റൂമിൽ കുറ്റിയിട്ട് വെക്കുന്ന. അപ്പൊ നമ്മളടുത്ത് നമ്മള് പറയുമ്പോൾ തുറക്കും. അമ്മയുടെ ഫോൺ പിടിക്കണ്ട, ഇപ്പൊ പിടിക്കണ്ട. എന്നാ പോയിട്ട്. അപ്പൊ അവള് സാധാരണ അങ്ങനെ ബാത്റൂമിൽ കയറിയിട്ട് തന്നെ തുറക്കുന്നതാണ്. അപ്പൊ ഇന്ന് ഞാൻ എന്തോ പണിയും കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഫെലിക്സ് കാറിക്കൊണ്ട് വരുവാ. അമ്മ ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞു കാറിക്കൊണ്ട് വരുവാ. അപ്പോഴാണ് ഞാൻ പേടിച്ചു പോയത്, എന്ത് പറ്റിയതാവോന്ന്. ശരിക്കും സാറമ്മോള് ബാത്റൂമിൽ കയറിയിട്ട് വാതിൽ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവന്റെ കരച്ചിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തോ സംഭവിച്ചു എന്നൊക്കെ ഓർത്തിട്ട് പെട്ടെന്ന് വെപ്രാളത്തിൽ ഇങ്ങനെ ഓടി വന്ന് നോക്കും. സാറാമ്മോള് ശരിക്കും ബാത്റൂമിൽ കയറി ഇരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ അതുകൊണ്ട് എല്ലാവരുടെയും ബഹളം കേട്ടപ്പോ സാറാമോള് ഇരുന്ന് കാറാൻ തുടങ്ങി. സാറമ്മക്കും പേടിയായി. അപ്പൊ ഞാൻ പറഞ്ഞ അവളോട്
ബാത്റൂമിൽ നിന്ന് പെട്ടെന്ന് വാതിൽ വന്ന് തുറക്കുക, അമ്മ മിഠായി മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞ ഒരു തരത്തില് തുറന്നു പാടെ ഇട്ടിരിക്കും. മുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വലിയ ചേർത്തി വലിയ ആളായിട്ട് കാണിക്കുന്ന വെട്ടാൻ സമ്മതിക്കില്ല. അങ്കി പറയുന്നത് അവളുടെ മുടി ഇങ്ങനെ നമ്മള് എങ്ങനെ കെട്ടിവെക്കണമെന്നാ ഗീതുമോളുടെ കൂട്ട് കെട്ടിവെക്കണമെന്ന്. അവളുടെ ക്ലാസ്സിലത്തെ പിള്ളേർക്കൊക്കെ ഈ തോളപ്പം വരെ മുടി ഉണ്ടെന്ന്. അതിന് മുടി നീണ്ടു വരാതെ പറ്റുമോ അല്ലേ? പിന്നെന്താ, അപ്പം ഞങ്ങള് മാത്രമേ ഉള്ളൂ. സാറാമ്മോളും അപ്പുക്കുട്ടനും ഉറങ്ങിയില്ലേ? അപ്പുക്കുട്ടനും പെച്ചേട്ടനും അപ്പയും കൂടെ പെരുന്നാളിന്റെ പ്രോഗ്രാമിന്റെ പ്രാക്ടീസിന് പോവാ. പെരുന്നാളിന്റെ പ്രാക്ടീസിന് അങ്കിപ്പൊ പോണ്ട കേട്ടോ. വെറുതെ കേട്ടോ അഭിനയിക്കുന്ന ഭയങ്കര കൊഞ്ചൊക്കെ. ഇപ്പം ഇവളാണ് കുഞ്ഞുവാവ. ബാക്കി അവര് രണ്ടുപേരും ഇച്ചിരി ഇതാന്ന് എനിക്ക് തോന്നുന്നത്. നല്ല സ്വഭാവം. അവരെല്ലാരും കളിയാക്കുന്നില്ല ഇല്ലേ? അങ്ങനെ കളിയാക്കുന്നവര് കുറുമ്പത്തി. ഇത് മഹാപോരുണ്ടിയാ അല്ലേ? മഹാവികൃതിയാ. ഇപ്പം വീഡിയോയിൽ കാണുന്ന അങ്കിയൊന്നും അല്ലെന്ന്. അവക്ക് വേണ്ടാത്തൊന്നുമില്ല. സാറാമ്മൂക്ക് മേടിച്ചു കൊടുത്ത സാറാമ്മൂക്ക് അപ്പുക്കുട്ടനും കൂടെ ഒരു ചെറിയ വീടിനകത്തൂടെ ഓടിക്കുന്ന ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ആ സൈക്കിള് തന്നെ വേണം. അപ്പുക്കുട്ടനാ സാറാമോൾ ആ സൈക്കിൾ എങ്ങാനും ഇവിടെ കയറിയിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഉന്തിയിടും. നിനക്ക് പുറത്തോട്ട് പിന്നെന്താ? പിന്നെന്താ? ശിവയുടെ സൈക്കിള്. പങ്കിനെ എന്നാ വിളിക്കണ്ടേ? ശിവ. ഇസബലിന്റെ പേര് ശിവ. ഇസബൽ ശിവ. ഇന്ന് ഇസബലിന് ഒരു പരീക്ഷ ഉണ്ടായിരുന്നു അല്ലേ ഇസബല്? ഓറിജിനൽ ശിവ. ഇന്ന് ഇസബലിന് ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. ഒരു പൂർണ്ണ എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് എക്സാം. കഴിഞ്ഞ വർഷം ഫെലിക്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെലിക്സിന് അത് സെക്കൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങള് പോയി. എവിടെയായിരുന്നു അത് സ്ഥലം? മറന്നുപോയി. വർക്കല പോയിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഈ വർഷം ഇവളെ എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ ചേട്ടൻ പോകുന്നുണ്ട്. അതാ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. എനിക്ക് അങ്ങോട്ട് നോക്കുന്ന അപ്പുകൂടെ എണീറ്റാനോ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന കേട്ടോ. എന്താ നീ ഒരു പാട്ട് പഠിക്കും വിജയനെ? ഇതേത് പാട്ടാ? വീണ്ടും പഠിപ്പിച്ചത് പാട്ടാ. ആണോ? വാവച്ചിയാണ് പാട്ടിന്റെ ഗുരു അല്ലേ? വേറൊരു പാട്ടും കൂടെ പഠിപ്പിച്ചു. വേറൊരു പാട്ടും കൂടെ പാട്. വാവച്ചോട് ചോദിക്കലോ? ഇപ്പൊ പാട്. ഇപ്പൊ പാടാൻ പറ്റില്ല. എന്താ? വാവച്ചി പറയാണ് മറിയ ആ പാട്ട് പാടിയാ മതിയെന്ന്. അയ്യോ അങ്ങനെ പറഞ്ഞു വാവച്ചി. വിളിച്ചു ചോദിക്കുന്നത് വാവച്ചിനോട്. ഇവളെന്താ ഉദ്ദേശിക്കുന്നത് നിനക്ക് മാത്രമേ അറിയുള്ളൂ. എന്നാ എല്ലാരും അടുത്ത് കാണും അങ്ങനെ പാട്ട് കേട്ടിട്ട്. മതി, ഇനി മതിയാക്കിക്കോ. മിടിക്കല്ലേ? മതി മതിയാക്കി. നിങ്ങളെ എല്ലാരും ഒരു കേൾക്കാത്തൊരു പാട്ടാ. അതേത് പാട്ടാ? ഒറിജിനൽ പാട്ട്. ഒറിജിനൽ പാട്ടോ? അതെന്താ പാട്ടാ ഒറിജിനൽ പാട്ട്? കുറുമ്പി പെണ്ണ. അത് ഞാൻ മറന്നു. അത് മറന്നോ? ഇങ്ങനെ അങ്ങനെ വെച്ചപ്പോ മറന്നുപോയോ? നമുക്ക് മറ്റേ പറഞ്ഞാലോ അവരോട്.
ടാറ്റ പറഞ്ഞാലോ? ചുട്ടി ബാബു ആനിവേഴ്സറിക്ക് വരണമെന്ന് പറ. അങ്കിന് ആനിവേഴ്സറിക്ക് വരണം, ഡാൻസ് ഉണ്ടെന്ന് പറ. മതി, നിർത്തിക്കോ. എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ? ആനിവേഴ്സറി. ആനിവേഴ്സറിക്ക് വരണം എന്ന് പറ അവരോട്. ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ ആനിവേഴ്സറിക്ക് വരണം. ആ വരണോന്ന് പറ, എല്ലാരും വരണോ. അങ്ങനെ പറയാ ആനിവേഴ്സറി. കൈ കൊട്ടുമ്പോ ആനിവേഴ്സറിക്ക് വരണം. എല്ലാവരോടും ആനിവേഴ്സറിക്ക് വരണോന്ന് പറ. എല്ലാരും എന്റെ ആനിവേഴ്സറിക്ക് വരണം 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 വരണം. ഡാൻസ് ഉണ്ടെന്ന് പറ. ഡാൻസ് ഉണ്ട്, വരണം. എല്ലാരും വേറെ ഒരു പാട്ടും കൂടി ഉണ്ട്. ഈ നാളെ പാടാ. വേറെ ഒരു പാട്ടും കൂടി ഉണ്ട്. അവര് മടുക്കും അവര്. You are safe, you are safe. Western duty day, Western duty day. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? മതി, അവര് മടുക്കും, അവർക്ക് ദേഷ്യം വരും കേട്ടോ. മതി മതി. ആരും പഠിപ്പിച്ചത് പാട്ടല്ല, അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ പാട്ടാണ്. തന്നെ പഠിച്ചത്. എങ്കിൽ എന്നാ ശരിന്ന് പറഞ്ഞേ, ഞങ്ങൾ അടുത്ത വർഷം വരാം. നാളെ നല്ല പാട്ട് പാടി കേൾപ്പിക്കാം. നല്ല പാട്ട് കേൾപ്പിക്കാം. വേറൊരു പുതിയ പാട്ട് പാടി കേൾപ്പിക്കുമെന്ന് അങ്കിയ അല്ലേ? ആരും അറിയാത്ത ഞങ്ങളുടെ ഗുണ്ടപ്പെണ്ണ അല്ലേ? ഗുണ്ടപ്പെണ്ണ. അതാണ് ആ പാട്ട്. അത് നാളെ പഠിച്ച് പാടി കേൾപ്പിക്കും അല്ലേ? ആ പാട്ട് ഞാൻ മറങ്ങില്ല. അപ്പൊ എന്നാ ശരി പറഞ്ഞേരാ അവർക്കൊക്കെ. പേടിച്ചു. ഗുഡ് നൈറ്റ് പറഞ്ഞേരല്ല. അപ്പൊ ശരി കേട്ടോ എല്ലാവർക്കും. എല്ലാരും കണ്ടോളൂ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഞങ്ങള്. അപ്പൊ ഞാൻ കുറുമ്പി ഉറങ്ങാൻ പോവാന്ന് വരാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞേരാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.